നമ്മൾ ഞെട്ടലോടെ മാത്രം കേൾക്കേണ്ട ഒരു കണക്കിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വെറും 15 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും 807 പേരെയാണ് കാണാതായത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതൊരു ഇന്ത്യൻ എപ്സ്റ്റീൻ ഫയൽ ആണോ? ലോകം മുഴുവൻ ചർച്ച ചെയ്ത എപ്സ്റ്റീൻ ഫയലിനെ പോലെ ഭീകരമായ എന്തെങ്കിലും നമ്മുടെ മൂക്കിന്റെ താഴെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയാസ് മൗനം പാലിക്കുന്നു? പുറത്തു വരുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ശരാശരി 54 പേരെയാണ് ഡൽഹിയിൽ നിന്ന് കാണാതാകുന്നത്. ഇതിലേറ്റവും ഭയാനകരമായ കാര്യം, ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. 509 സ്ത്രീകൾ, 191 പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ. ഇതുവരെ കേവലം 235 പേരെ മാത്രമാണ് പോലീസിനെ കണ്ടെത്താനായിട്ടുള്ളൂ. ബാക്കി 572 പേർ എവിടെ പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? ഇത്രയും അധികം ആളുകൾ ഒരടയാളവും ഇല്ലാതെ അപ്രത്യക്ഷമാകുമ്പോൾ അതിന് പിന്നിൽ അവയവ മാഫിയോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തോ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നിരീക്ഷണ ക്യാമറയുള്ള നഗരങ്ങളിലൊന്നാണ് നമ്മുടെ ഡൽഹി. എന്നിട്ടും ഈ 807 പേരുടെ കാര്യത്തിൽ അധികാരികൾക്ക് മറുപടിയില്ല. അപ്പൊ ഈ ക്യാമറകളൊക്കെ എന്തിനാണ്? അലങ്കാരത്തിന്. കാണാതാവുന്നതിൽ ഭൂരിഭാഗം സാധാരണക്കാരൻ. അതുകൊണ്ടാണോ അധികാരികൾ ഇതിനെ ഗൗരവമായി കാണാത്തത്? ഇത് പുതിയൊരു പ്രവണതയല്ല. 11 വർഷത്തിനിടെ 5500-ലധികം കുട്ടികളെ ഡൽഹിയിൽ നിന്ന് മാത്രം കാണാതായിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾക്കും നേതാക്കൾക്കും ഇത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവർക്ക് നമ്മൾ വെറും ഒരു വോട്ട് ബാങ്ക് മാത്രമാണ്. ഇതൊരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോ ആണ് സംഭവിച്ചിരുന്നെങ്കിലോ നമ്മുടെ ഈ രാജ്യം മുഴുവനും ഉണർന്നേനേമായിരുന്നു. നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് മൊത്തം ഇതിന് പുറകെ പോയേനേമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണാതാവുന്നത് സാധാരണക്കാരുടെ മകളോ അല്ലെങ്കിൽ സഹോദരിമാരോ ആണ്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകാൻ പറ്റിയില്ലെങ്കിൽ ഈ വളർച്ചയുടെ അർത്ഥം ചോദ്യം ചെയ്യപ്പെടണം.